നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുജറാത്ത് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം ചൊവ്വാഴ്ച പത്തനംതിട്ടയിലെ വീട്ടിൽ എത്തിച്ചേക്കും. സഹോദരന് പുറമെ അമ്മയുടെ DNA സാമ്പിളും പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനാകില്ലെന്ന് വെള്ളാപ്പള്ളി. നിലമ്പൂർ പരമ്പരാഗതമായി UDF മണ്ഡലമാണ്. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും വെള്ളാപ്പള്ളി നടയച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. നിലമ്പൂരിലെ വിജയം കേരള ജനത ആഗ്രഹിച്ചതാണെന്ന് ജെബി മേത്തർ. കായംകുളം രാമപുരത്ത് പാഴ്സൽ ലോറിയിൽ കൊണ്ടുപോയ 3 കോടിയിലേറെ രൂപ കൊള്ളയടിച്ച കേസിൽ പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ്, തിരുകുമാർ എന്നിവരാണ് റിമാൻഡിലായത്. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിലായി. കോടന്തുരുത്ത് പഞ്ചായത്ത് നിവാസികളായ 3 പേർ ചേർന്ന് 1 ലക്ഷം രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികളാണ് മോഷ്ടിച്ചത്. വാർത്തകൾ വിശദമായി. ഗുജറാത്ത് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം ചൊവ്വാഴ്ച പത്തനംതിട്ടയിലെ വീട്ടിലെത്തിച്ചേക്കും. സഹോദരന് പുറമെ അമ്മയുടെ DNA സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും എന്നാണ് വിവരം. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത. ശനിയാഴ്ച അമ്മ തുളസിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. നേരത്തെ രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷിനെ അഹമ്മദാബാദിൽ എത്തിച്ച DNA പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാനായില്ല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ്. PSC വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് 5 ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത്. കുടുംബ വീടിന് സമീപത്ത് വീടുപണി ഏറെക്കുറെ പൂർത്തിയായി. ഓഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഗൃഹപ്രവേശം നടത്താനിരിക്കെയാണ് രഞ്ജിതയുടെ മരണം. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചതെന്ന് പറയാനാകില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലമ്പൂർ പരമ്പരാഗതമായി UDF മണ്ഡലമാണ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുകൊണ്ട് ഭരണത്തുടർച്ച ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭരണം പോകണമെങ്കിൽ ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനിയും കാണുന്നത്. ശക്തമായൊരു ത്രികോണ മത്സരം ഇവിടെ വരികയാണ്. ആ ത്രികോണ മത്സരത്തിൻ്റെ ഗുണം ആർക്ക് കിട്ടുമെന്ന് നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതല്ലേ. ആ ഭരണവിരുദ്ധ വികാരം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായ ഒരു അസസ്മെൻ്റാണ്. ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആർക്കാണ് ആധിപത്യവും ആരാണ് നാളെ വരെ ആധിപത്യം പുലർത്തിക്കൊണ്ടു പോകുന്നതും എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഭരണവികാര വിരുദ്ധ തീരുമാനമാണ് എന്നൊന്ന് തീരുമാനമെടുക്കാൻ അനിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കില്ല. നിലമ്പൂർ പരമ്പരാഗതമായി UDF മണ്ഡലമാണെന്നും അവിടെ UDF വിജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്നും അരിയാഹാരം കഴിക്കുന്നവർ പറയില്ല എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും അൻവറിനെ അവഗണിക്കാൻ പറ്റില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചുവെന്നും വിജയം കോൺഗ്രസിൻ്റേതല്ല ലീഗിൻ്റേതാണെന്നും മുസ്ലിം വികാരം അഴിച്ചുവിട്ടുവെന്നും ഹിന്ദു വോട്ടുകൾ LDFിലേക്ക് മറിഞ്ഞുവെന്നും BJP വോട്ടുകൾ എവിടെ പോയിയെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവറിന് മുസ്ലിം ലീഗ് സീറ്റ് നൽകിയേക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗ് അൻവറിന് സ്ഥാനാർത്ഥിത്വം നോക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം പലപ്പോഴും അൻവർ അഭയം തേടിയതും ചർച്ച ചെയ്തതും കയറിയതുമെല്ലാം ലീഗ് പാളയത്തിൽ ചെന്നായിരുന്നു തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുകയും അത് ലീഗ് കോൺഗ്രസിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഭാവിയിൽ അൻവറിന് ലീഗുകാരൊരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാൻ തയ്യാറായാൽ അത് തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല, സംഭവിക്കാവുന്നതാണ്. ടൈം ന്യൂസ് ചേർത്തല. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണെന്നും ജെബി മേത്തർ MP പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം.
ചേർത്തല വയലാർ പട്ടണക്കാട് വെട്ടയ്ക്കൽ കടക്കരപ്പള്ളി അരിപ്പറമ്പ് കഞ്ഞിക്കുഴി മുഹമ്മദ് തണ്ണീർമുക്കം കൊക്കോതമംഗലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറിമാരായ A. ഷുക്കൂർ, MJ ജോബ്, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S. ശരത്ത്, KPCC മുൻ നിർവാഹക സമിതി അംഗം KR രാജേന്ദ്ര പ്രസാദ് എന്നിവർ വിവിധ സ്വീകരണ സമ്മേളനങ്ങളിൽ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ, സംസ്ഥാന ഭാരവാഹികളായ ജയലക്ഷ്മി ദത്തൻ, രാധ ഹരിദാസ്, രമ തങ്കപ്പൻ, ഉഷ സദാനന്ദൻ, ജയസോമൻ, കോൺഗ്രസ് നേതാക്കളായ TS രഘുവരൻ, KC ആന്റണി, T. സുബ്രഹ്മണ്യദാസ്, CD ശങ്കർ, N. ശ്രീകുമാർ, R. ശശിധരൻ, സജീവ് കുര്യാക്കോസ് തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. അരിപ്പറമ്പിൽ നടന്ന സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. റോസമ്മ തോമസ് അധ്യക്ഷയായി. നേതാക്കളായ അഡ്വക്കേറ്റ് S. ശരത്ത്, KR രാജേന്ദ്ര പ്രസാദ്, N. ശ്രീകുമാർ, ജയലക്ഷ്മി അനിൽകുമാർ, TS രഘുവരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ ജെബി മേത്തർ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞു. നമ്മൾ ഇന്ന് നിലമ്പൂരിൽ ചരിത്ര വിജയം നമുക്ക് അവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങൾ സമ്മാനിച്ചത് കേരള ജനത ആഗ്രഹിച്ച ഒരു വിജയമാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ളതൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. പുതുപ്പള്ളിയിൽ ഏറ്റവും വലിയ വിജയം, തൃക്കാക്കരയിൽ ഏറ്റവും വലിയ വിജയം, പാലക്കാട് ഏറ്റവും വലിയ വിജയം, അങ്ങനെ വലിയ ചേലക്കരയിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയ സാഹചര്യം. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ. ടൈം ന്യൂസ് ചേർത്തല. ദേശീയപാതയിൽ കായംകുളം രാമപുരത്ത് പാഴ്സൽ ലോറിയിൽ നിന്ന് 3 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ പ്രതികൾ റിമാൻഡിലായി. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ്, തിരുകുമാർ എന്നിവരാണ് റിമാൻഡിലായത്. ആലപ്പുഴയിൽ പാഴ്സൽ ലോറിയിൽ കൊണ്ടുപോയ 3 കോടിയിലേറെ രൂപ 2 കാറുകളിലെത്തിയ സംഘം തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് പിടിയിലായ പ്രതികൾ റിമാൻഡിലായി. തിരുപ്പൂർ വീരപാണ്ടി ജയമണി കോമ്പൗണ്ടിൽ സുഭാഷ് ചന്ദ്രബോസ്, തിരുപ്പൂർ വെളിയംകോട് മുത്തയ്യൻകോവിൽ ലേഔട്ടിൽ തിരുകുമാർ എന്നിവരാണ് റിമാൻഡിലായത്. ഇവരെ കഴിഞ്ഞ ദിവസമാണ് തിരുപ്പൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 7 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. തിരുകുമാരൻ ആസൂത്രകനും വാഹനത്തിന് വ്യാജ നമ്പർ തരപ്പെടുത്തി നൽകിയ ആളുമാണ്. മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. മോഷ്ടാക്കൾ കടന്നുപോയ വഴികളിലെ 70-ലധികം CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. 2 പേർ പിടിയിലായതറിഞ്ഞ മറ്റു പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം മുങ്ങി. മോഷണത്തിന് ശേഷം ലോഡ്ജിൽ മുറിയെടുത്ത പണം പങ്കിട്ടെടുത്തെന്നാണ് പിടിയിലായവർ നൽകിയ സൂചന. ലഭിച്ച തുക കൊണ്ട് സ്വർണ്ണമാല വാങ്ങിയതായാണ് ഒരു പ്രതി പറഞ്ഞത്. 5 ദിവസം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിലുണ്ടായിരുന്ന പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചത്. ദേശീയപാതയിൽ ചേപ്പാട് രാമപുരത്ത് 13-ന് പുലർച്ചെ 4-നായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പാഴ്സൽ ലോറിയിൽ കൊണ്ടുപോയ 3 കോടിയിലേറെ രൂപയാണ് തട്ടിയെടുത്തത്. കൊല്ലത്തെ ഒരു ജ്വല്ലറി ഉടമയ്ക്ക് കൈമാറാനുള്ളതായിരുന്നു പണം. ഇയാളാണ് പോലീസിൽ പരാതി നൽകിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനെത്തിച്ച നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 3 പേർ പിടിയിലായി. കോടന്തുരുത്ത് സ്വദേശികളായ 3 പേർ ചേർന്ന് 1 ലക്ഷത്തിലേറെ രൂപയുടെ നിർമ്മാണ സാമഗ്രികളാണ് മോഷ്ടിച്ചത്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിനായി ഓരോ തൂണിന്റെയും അടുത്തിറക്കി വെച്ചിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. 19-ാം തീയതി രാത്രിയുള്ള സമയത്താണ് പ്രതികൾ മോഷണം നടത്തിയത്. അശോക് ബിൽഡ് കോൺട്രാക്ട് കമ്പനിയുടെ NCC ജംഗ്ഷന് സമീപമുള്ള 325-ാം നമ്പർ പില്ലറിന്റെ സമീപമുള്ള സ്റ്റോർ കുത്തി തുറന്ന 1 ലക്ഷം രൂപ വിലയുള്ള നിർമ്മാണ സാമഗ്രികളാണ് പ്രതികൾ മോഷണം ചെയ്ത് വിറ്റത്. കോടന്തുരുത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ ലാൽഭവനം വീട്ടിൽ 34 വയസ്സുള്ള ലിബിൻ, കോടന്തുരുത്ത് പഞ്ചായത്ത് 6-ാം വാർഡിൽ കുത്തിയതോട് കായ്പുറത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഷൈജു, കോടന്തുരുത്ത് പഞ്ചായത്ത് 11-ാം വാർഡിൽ ആൾക്കുന്നൽ വീട്ടിൽ 38 വയസ്സുള്ള ബിനീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. പ്രതികൾ മോഷ്ടിച്ചെടുത്ത മുതലുകൾ പിന്നീട് സ്റ്റേഷൻ പരിധിയിലെ ആക്രിക്കടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കുത്തിയതോട് പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രാജീവ്, സലി, സിവിൽ പോലീസ് ഓഫീസർ മനേഷ് കെ ദാസ്, വിജേഷ്, സാജൻ, വിഷ്ണു, ശങ്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. അറബിക്കടലിലെ കപ്പൽ അപകടങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ നടപടി വേണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി B. ദിനകരൻ ആവശ്യപ്പെട്ടു. കപ്പൽ കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാൻ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും B. ദിനകരൻ ആവശ്യപ്പെട്ടു. ഈ കേരളത്തിലെ അറബിക്കടലിൽ MSC എൽസാത്രി എന്ന കപ്പൽ മുങ്ങി. MV വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ തീപിടിച്ചു.
ഇതുമൂലം ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതുമൂലം മത്സ്യമേഖലയിലുണ്ടായിട്ടുള്ള തീക്ഷ്ണമായ പ്രശ്നങ്ങൾ, ഇത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഞാൻ ഇവിടെ തന്നെ ഒരു പത്രസമ്മേളനം ആരംഭ സമയത്ത് തന്നെ നടത്തിയതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മൗനം ദീക്ഷിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ ഒരു കേസ് എടുക്കാറുണ്ട്. അതിനുപോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഈ അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സമുദ്ര അതിർത്തിക്കുള്ളിലും വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ്, കൊച്ചിയിലേക്ക് പോകാൻ വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലും അഗ്നിക്കിരയായ വാൻഹായ് എന്ന കപ്പലും ഉണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആവാസ വ്യവസ്ഥയിലുണ്ടായ പ്രശ്നങ്ങളും മത്സ്യസമ്പത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടാക്കിയ നഷ്ടങ്ങൾക്കും മലിനീകരണം മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും കണക്കിലെടുത്ത 2 കപ്പൽ കമ്പനിയിൽ നിന്നും നിയമാനുസൃതം ലഭിക്കേണ്ട നഷ്ടപരിഹാരം വാങ്ങി മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ട സംസ്ഥാന സർക്കാർ കുറ്റകരമായ അലംഭാവവും അവഗണനയുമാണ് കാണിച്ചതെന്ന ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നും എൽസ 3 മുങ്ങിയെങ്കിലും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നം ചർച്ച ചെയ്യാൻ ഒരു യോഗം പോലും വിളിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. എന്നാൽ മെയ് 28-ന് ട്രോളിംഗ് നിരോധനം ചർച്ച ചെയ്യാൻ ഓൺലൈനായി ഫിഷറീസ് മന്ത്രി യോഗം വിളിച്ചപ്പോൾ ഈ പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽ ധീവരസഭ ജനറൽ സെക്രട്ടറി പെടുത്തുകയും അടിയന്തരമായി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 28-ലെ യോഗം തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സ്മാരക സംസ്കൃതി ഭവനിൽ വെച്ച് കൂടുകയുണ്ടായി. ആ യോഗത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം 20 നോട്ടിക്കൽ മൈലിന്റെ ഉള്ളിൽ നിരോധിച്ച സാഹചര്യത്തിലും മത്സ്യം പിടിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും പിടിക്കുന്ന മത്സ്യം വാങ്ങാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലും ഇതുമൂലമുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലും മത്സ്യസമ്പത്തിനുണ്ടായ നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലും നിയമാനുസരണം കപ്പൽ കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങണമെന്ന് തീരുമാനിക്കുകയും അതിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മന്ത്രാലയത്തിന്റെയും പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെടണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയെങ്കിലും ഈ പ്രശ്നം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറായില്ല. ഇതിനെ സംബന്ധിച്ചൊരു FIR ഇട്ട് കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. ഈ വസ്തുതകൾ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യമേഖലയെയും ബന്ധപ്പെട്ട മറ്റുള്ളവരെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുന്നതിന് പ്രചരണ പരിപാടികളും സമരപരിപാടികളും നടത്തുമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ XMLA ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ 25-ന് നടക്കും. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ള G മോഹനൻ പിള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ സമ്മേളനം ഈ മാസം 25-ാം തീയതി ബുധനാഴ്ച രാവിലെ ജെൻഡർ പാർക്ക് ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനം വിജയിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ്. ഒരു സംഘടനാ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അതെത്രയും മെച്ചപ്പെട്ട നിലവാരത്തിൽ നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ MLA H സലാം അവറുകളാണ്. സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് A ഷുക്കൂർ അവറുകളാണ്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരവേദികളിൽ നിന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശ സമരങ്ങളെ സംബന്ധിച്ച് വളരെ നാൾക്ക് മുൻപ് തന്നെ ഗവൺമെൻറ്റിൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു സമരമുഖത്താണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ചെറിയ ഒരു ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലുണ്ട്. അതിനുശേഷം നിലവിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ മരവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം 2025 ജൂൺ 25-ാം തീയതി ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടത്തുന്നു. ജില്ലാ പ്രസിഡന്റ് VS സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ XMLA മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി K മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി ഉമാ ചന്ദ്രബാബു, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി B ഹരികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P കൃഷ്ണമൂർത്തി, R മധുകുമാർ, KCEC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമ്പക്കാട് സുരേഷ്, KCEC സംസ്ഥാന സെക്രട്ടറി VN സുരേഷ് ബാബു, KCEF ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അരുൺ ശിവാനന്ദൻ,
KCU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മനു ദിവാകരൻ, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് D രാജൻ എന്നിവർ സംസാരിക്കും. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ വർധനവ് നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം പെൻഷൻ ബോർഡിനും സർക്കാരിനും നൽകിയിട്ടും 2 വർഷത്തിലേറെയായി യാതൊരു തീരുമാനവും ആകാത്തതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ, ജില്ലാ സെക്രട്ടറി K മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P കൃഷ്ണമൂർത്തി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് D രാജൻ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കവികളുടെയും കാവ്യ ആസ്വാദകരുടെയും കൂട്ടായ്മയായ രാക്കവിതാ കൂട്ടത്തിൻ്റെ 4ാം വാർഷികം ആഘോഷിച്ചു. രാക്കവിതാ കൂട്ടത്തിൻ്റെ കവിതാ പുരസ്കാര സമർപ്പണവും ഇതോടൊപ്പം നടന്നു. കവികളുടെയും കാവ്യാസ്വാദകരുടെയും കൂട്ടായ്മയായ രാക്കവിതാ കൂട്ടത്തിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി കാവ്യോത്സവം സംഘടിപ്പിച്ചു. പ്രഥമ രാക്കവിതാ കൂട്ടം കവിതാ പുരസ്കാര സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ആലപ്പുഴ മങ്കൊമ്പിൽ നടന്ന പരിപാടി പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നാരായണൻ, S ജോസഫ്, CM വിനയചന്ദ്രൻ, ചായം ധർമ്മരാജൻ എന്നിവർ സംസാരിച്ചു. വിവിധ സെഷനുകളിലായി മലയാളത്തിലെ പ്രമുഖ കവികളും നിരൂപകരും പുതുതലമുറ കവികളും കാവ്യാസ്വാദകരും പങ്കെടുത്തു. കവിതകളുടെ അവതരണങ്ങൾ, പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ തുടങ്ങിയ പരിപാടികളാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത്. 2ാം ദിവസം രാക്കവിതാ കൂട്ടം പ്രഥമ കവിതാ പുരസ്കാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന് വയലാർ ശരത്ചന്ദ്ര വർമ്മ സമ്മാനിച്ചു. തുടങ്ങിയ പ്രശസ്തരെ ജനിച്ച് മണ്ണ് തൊട്ടടുത്ത് കാവാലം കിടക്കുന്നു. അപ്പം അങ്ങനെ ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അക്ഷരവും നിലവും വിത്തിന് പകരം മണ്ണിലേക്ക് അക്ഷരം എഴുതിയേർക്കുന്ന ഒരു മണ്ണ്. ആ മണ്ണിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ 4ാമത് ഇത് കൊടുക്കാനുള്ള വരാൻ തോന്നിയത്. അതിൽ എനിക്കൊരു ഭാഗമാണ്. കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കാം. ടൈം ന്യൂസ്, ആലപ്പുഴ. സ്വിം കേരള സ്വിം നീന്തൽ പരിശീലന പരിപാടിയുടെ 3ാം ഘട്ടം വൈക്കത്ത് ആരംഭിച്ചു. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് 3ാം ഘട്ട പരിശീലനം വൈക്കത്ത് ആരംഭിച്ചത്. വൈക്കം നഗരസഭയുടെ 13ാം വാർഡിൽ തോട്ടുവക്കത്ത് പൂരംകുളത്തിൽ നടന്ന പരിപാടി വൈക്കം നഗരസഭ അധ്യക്ഷ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് താലൂക്ക് ആശുപത്രി പോസ്റ്റ്മോർട്ടമൊക്കെ നോക്കുമ്പോൾ മുങ്ങിമരണങ്ങൾ എത്രത്തോളമാണെന്ന് കഴിഞ്ഞ ദിവസം പത്രം നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞതാണല്ലേ. ഒരു വർഷം ഇത്രയധികം ഒക്കെ മുങ്ങിമരണങ്ങൾ നടക്കുന്ന ഒരു നാട്. തീർച്ചയായും ഇവിടെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് നീന്തൽ പരിശീലനം. ഈ ജോലി സംബന്ധമായി അത് ഗുണകരമാണ് എങ്കിൽ പോലും അവരവരുടെ രക്ഷയും അതുകൂടാതെ പരരക്ഷയും അത് ഏറ്റവും കൂടുതൽ നീന്തൽ പരിശീലനം അല്ലെങ്കിൽ നീന്തൽ പഠിക്കേണ്ട ആവശ്യമാണ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നഗരസഭ വൈസ് ചെയർമാൻ സുഭാഷ് PT അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ സിന്ധു സജീവ്, രാധിക ശ്യാം, രാജശ്രീ വേണുഗോപാൽ, പൊക്കാന കോർഡിനേറ്റർ സുനിൽ പാറയ്ക്കൽ, മുഖ്യ പരിശീലകനും അന്താരാഷ്ട്ര നീന്തൽ താരവുമായ SP മുരളീധരൻ, സൊസൈറ്റി ഭാരവാഹികളായ മാമ്പുഴക്കരി VS ദിലീപ് കുമാർ, ഡോക്ടർ R പൊന്നപ്പൻ എന്നിവർ നഗരസഭയുടെ 26 വാർഡുകളിൽ നിന്നും കൗൺസിലർമാർ മുഖേന രജിസ്റ്റർ ചെയ്ത 10 വയസ്സിന് മുകളിലുള്ള 100 കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. നീന്തലിൽ താൽപ്പര്യമുള്ളവരെയും പങ്കെടുപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കുട്ടികളുടെ സ്വയരക്ഷ, പരരക്ഷ, വ്യായാമം, ഉല്ലാസം എന്നിവയ്ക്ക് പുറമെ പ്രകൃതി ദുരന്തങ്ങളെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യകളടക്കം സുരക്ഷാ മുൻകരുതലോടെയും പ്രൊഫഷണൽ മികവോടെയുമാണ് പരിശീലനം നടക്കുന്നത്. പാക് കടലിടുക്ക് അതിസാഹസികമായി നീന്തിക്കടന്ന ആദ്യ മലയാളിയായ ചേർത്തല സ്വദേശി SP മുരളീധരനാണ് മുഖ്യ പരിശീലകൻ. വനിതാ പരിശീലകർ ഉൾപ്പെടെയുള്ളവരുടെ സേവനവും ലഭ്യമാണ്. ടൈം ന്യൂസ്, വൈക്കം. പുന്നപ്ര വയലാർ സമരസേനാനിയും CPM നേതാവുമായിരുന്ന K ദാസിന് സ്മരണാഞ്ജലി. K ദാസ് ഓർമ്മയായിട്ട് 19 വർഷം. മുഹമ്മയിൽ അനുസ്മരണം. പുന്നപ്ര വയലാർ സമരസേനാനിയും മുഹമ്മ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സ്ഥാപക നേതാവും 4 നൂറ്റാണ്ടുകാലം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K ദാസിൻ്റെ 19ാം ചരമവാർഷികം ആചരിച്ചു. K ദാസിൻ്റെ വീട്ടുവളപ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പുഷ്പാർച്ചനയിൽ K ദാസിൻ്റെ കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനം CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മയുമായി ബന്ധപ്പെട്ട് വൈകാര്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ സമരം. ലോകത്താകെ ചർച്ച ചെയ്യുന്നതും
നമ്മുടെ പാർട്ടിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവരെല്ലാവരും പഠിക്കുന്നതുമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം ഇവരൊക്കെ നടത്തുന്നതിൻ്റെ ആ ഘട്ടത്തിൽ ഇവിടെ നമ്മളെ നയിക്കാനുണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ 19 വർഷം വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം അതിനകത്ത് അവസാന ആൾ അവശേഷിക്കുന്നത് വരെ നമുക്ക് ദാസിയേട്ടനെ ഓർക്കാതെ കടന്നു പോകാൻ നിവർത്തിയില്ല. ആദ്യം ആഗ്രഹിച്ചതുപോലെ പാർട്ടി ഭിന്നിച്ചതിന് ശേഷം CPM-ന്റെ ചുമതലക്കാരനായി വന്നതിന് ശേഷം ഏറെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ നമ്മുടെ പാർട്ടി വളരണം, ഉയരണം എന്നാണ് ആഗ്രഹിച്ചത്. അകത്ത് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് മോമൻ നടത്തുന്നത്. ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് ജെ ജയലാൽ അധ്യക്ഷനായി. കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ, ഏരിയ സെക്രട്ടറി പി രഘുനാഥ്, CK സുരേന്ദ്രൻ, ടി ഷാജി, കെ സലിമോൻ, സ്വപ്ന ഷാബു, ദിനാചരണ കമ്മിറ്റി സെക്രട്ടറി KD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മദ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ആലപ്പി സൗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് B അമർനാഥ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ആലപ്പി സൗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് B അമർനാഥ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ വർഷത്തെ ഈ മോഡൽ ക്ലബ്ബ് ഓഫ് ആലപ്പി സൗത്തിൻ്റെ ഭാരവാഹികൾ പരിചയസമ്പന്നതയും പുതുമയും ചേർന്ന ഒരു ടീം തന്നെയാണ്. ഒട്ടേറെ വർഷങ്ങളായിട്ട് പാലിയേറ്റീവിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സാമുദായിക രംഗത്ത് സേവന പാരമ്പര്യമുള്ള ലയൺ KK അശോക് കുമാറും അതുപോലെ തന്നെ ലയൺസ് പ്രസ്ഥാനം പോലെ തന്നെ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ലയൺ അജികുമാർ സിയും ഇതിനു മുമ്പ് നമ്മുടെ ഈ ക്ലബിൻ്റെ ട്രഷററായിട്ടുള്ള ലയൺ ജിബു കെ ദേവസ്യയും ചേർന്നുള്ള ഒരു നല്ലൊരു ടീം നമ്മുടെ ക്ലബിനെ നയിക്കുകയാണ്. ഹൈസ്കൂൾ കുട്ടികൾക്കായി സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ, അംഗപരിമിതർക്കുള്ള വീൽ ചെയറുകൾ, ഭവനരഹിതർക്കുള്ള സ്നേഹവീട് പദ്ധതി, ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കൽ, നേത്രരോഗ മെഡിക്കൽ ക്യാമ്പ്, ലഹരി വിമുക്ത പ്രചരണ പരിപാടി, ഡിജിറ്റൽ ലൈബ്രറി എന്നിവ ഉൾപ്പെടെ 25 ലക്ഷത്തിലധികം രൂപയുടെ പ്രവർത്തന പദ്ധതികളാണ് ഇക്കൊല്ലം ആവിഷ്കരിച്ചിട്ടുള്ളത്. റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് സജി കിഷോർ ചാറ്റർജി, ക്ലബ്ബ് ഡയറക്ടർ ജോസ് എബ്രഹാം, ഗ്ലോബൽ ഗാബിൻ്റെ ഏരിയ ലീഡർ പ്രൊഫസർ TN പ്രിയകുമാർ നന്ദഗിരി, CT ടോമി, ജിബു ദേവസ്യ, ലേഡീസ് ഫോറം പ്രസിഡന്റ് ഷീല സലിം എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. പ്രസിഡന്റായി KK അശോക് കുമാറിനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അജികുമാറിനെയും ഖജാഞ്ചിയായി ജിബു ദേവസ്യയെയും തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, മുഹമ്മദ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും ശ്രദ്ധേയമായി. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച യുദ്ധവിരുദ്ധ റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. റാലി കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ T പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ, NR ബാലകൃഷ്ണൻ, ഡോക്ടർ VN ജയചന്ദ്രൻ, BK അലികുമാർ, ശ്രീജിത്ത് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല വാരനാട് ശ്രീവിലാസം NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ എൻഡോമെൻറ്റുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. സാന്ത്വനം ചികിത്സാ ധനസഹായവും ഇതോടൊപ്പം കൈമാറി. ചേർത്തല വാരനാട് ശ്രീവിലാസം NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ എൻഡോമെൻറ്റുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. സാന്ത്വന ചികിത്സാ പദ്ധതികളുടെ വിതരണവും അനുമോദനവും ഇതോടൊപ്പം നടന്നു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് NSS ചേർത്തല താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആചാര്യൻ നായർ സമുദായ അംഗങ്ങളുടെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ
നായർ സമുദായ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന് കീഴ്ഘടകങ്ങളായിട്ട് കരയോഗങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ വളരെ ക്രാന്തദർശിയായിരുന്ന ആചാര്യന് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കരയോഗം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തെ നായർ സമുദായങ്ങളുടെ ഉന്നമനം മാത്രമല്ല, അതുവഴി ആ നാട്ടില് ആ ചെറിയ പ്രദേശത്തുണ്ടാകുന്ന വികസനങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമെല്ലാം വളരെ ഐക്യത്തോടു കൂടി കഴിയുന്ന ഒരു ക്ഷേത്രമായി മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആചാര്യൻ ഒരു കരയോഗത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത്. കരയോഗം പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ചേർത്തല പോലീസ് പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. NSS യൂണിയൻ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ഡി അപ്പുക്കുട്ടൻ നന്ദി പറഞ്ഞു. കലാരംഗത്തെ ബഹുമുഖ പ്രതിഭയായ വിഷ്ണുദാസ്, MDക്ക് പ്രവേശനം ലഭിച്ച ഡോക്ടർ H ദേവിക, BTechന് ഉന്നത വിജയം നേടിയ ശബരിദാസ്, MBBSന് പ്രവേശനം നേടിയ കുമാരി M രുക്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ തുറവൂർ ശാഖയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൊതുയോഗം നടന്നു. താലൂക്ക് പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തുറവൂർ തെക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ 1788 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൊതുസമ്മേളനം നടത്തി. തുറവൂർ ആലക്കാവറമ്പ് SNDP ശാഖ ഹാളിൽ നടന്ന സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. 2000-ലെ സംഘടനകളുടെ ഐക്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ള നിരവധിയായ നേട്ടങ്ങൾ നമുക്കുണ്ട്. ആ നേട്ടങ്ങളെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുവാൻ ഞാൻ ഈ അവസരം മുതലെടുക്കുന്നില്ല. എങ്കിൽ പോലും അത്തരം നേട്ടങ്ങളെല്ലാം തന്നെ ഈ സംഘടനയുടെ കീഴിൽ നമ്മൾ നിരവധിയായ സമരങ്ങൾ അത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും താലൂക്ക് തലത്തിലുമെല്ലാം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘടിത ശേഷി ഭരണ വർഗത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധിയായ നിവേദനങ്ങളും അപേക്ഷകളും നമ്മൾ ഇതുപോലെ അധികാരി വർഗത്തിന്റെ മുന്നിൽ നിരവധി തവണ സമർപ്പിക്കുകയും അതിനുവേണ്ടി ശക്തമായ സമ്മർദ്ദം സംഘടനാ തലത്തിൽ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശാഖ പ്രസിഡന്റ് P ബാബു അധ്യക്ഷത വഹിച്ചു. ശാഖ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO ജോർജ് വിതരണം ചെയ്തു. താലൂക്ക് ആസ്ഥാനത്ത് വിശ്വകർമ്മ ക്ഷേത്രം പുതുതായി നിർമ്മിച്ച് വിശ്വകർമ്മ സത്രം നടത്താൻ നേതൃത്വം നൽകിയ താലൂക്ക് പ്രസിഡന്റ് നവപുരം ശ്രീകുമാരനെ ശാഖ പ്രസിഡന്റ് P ബാബു ആദരിച്ചു. തുറവൂർ മഹാക്ഷേത്രത്തിൽ 3 ഉപദേവതാ ക്ഷേത്രം നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയ സ്ഥപതി P രാജേന്ദ്രൻ ആചാര്യയെയും ശില്പി മോഹനൻ ആചാര്യയെയും കർണാട്ടിക് സംഗീതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കുമാരി ദേവപ്രിയ സുശീലിനെയും യോഗത്തിൽ ആദരിക്കുകയുണ്ടായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കുമാർ, താലൂക്ക് യൂണിയൻ ട്രഷറർ AR ബാബു, കമ്മിറ്റി അംഗങ്ങളായ P വിജയൻ, മോഹൻദാസ്, ശാഖാ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ബാബു, രജനീഷ് സുരേഷ്, ജോയിന്റ് സെക്രട്ടറി LT രാജു, KT രാജു, ശാഖാ സെക്രട്ടറി കമലാസനൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ടൈം ന്യൂസ് തുറവൂർ. വാഴക്കൃഷി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. എന്നാൽ കദളിവാഴ കൃഷി അപൂർവമാണ്. കരപ്പുറത്തെ ഒരു കദളിവാഴ കൃഷി കാണാം. ചേർത്തലയിൽ 3 പതിറ്റാണ്ടായി തട്ടുകട നടത്തുന്ന ബിജുവിൻ്റെ കദളിവാഴ തോട്ടത്തിലുള്ളത് 50-ലേറെ കദളിവാഴകൾ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ വന്നാട്ടെ. വാഴക്കൃഷി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണെങ്കിലും കദളിവാഴ കൃഷി അപൂർവമാണ്. ചേർത്തല തണ്ണീർമുക്കം പഞ്ചായത്ത് 20-ാം വാർഡിൽ മണവേലി വട്ടത്തറ വീട്ടിൽ ബിജുവിന്റെ കൃഷിത്തോട്ടത്തിൽ 50ഓളം കദളിവാഴ ചിലത് കുലച്ചിട്ടുണ്ട്. കരപ്പുറത്തുകാർക്ക് ഈ കദളിവാഴത്തോട്ടം കൗതുക കാഴ്ചയാണ്. 3 പതിറ്റാണ്ട് കാലമായി ചേർത്തല നഗരത്തിൽ തട്ടുകട നടത്തിവരുന്ന ബിജു കാർഷിക മേഖലയിലും സജീവമാണ്. വെണ്ട, വഴുതന, പാവൽ, ഇളവൻ, പയർ, പീച്ചിൽ, കാന്താരി, പച്ചമുളക്,
കുക്കുംബർ, ചീര തുടങ്ങിയ പച്ചക്കറികളും ബിജു കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ കദളിവാഴ കൃഷിയിലാണ് ശ്രദ്ധ. തൃശ്ശൂരിലെ കർഷകനിൽ നിന്നും വാങ്ങിയ 50 നല്ല ഇനം വിത്തുകളാണ് കരപ്പുറത്ത് എത്തിച്ച് പരിപാലിക്കുന്നതെന്ന് ബിജു പറയുന്നു. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച വാഴവിത്താണ്. അവിടുത്തെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൃഷി ഓഫീസർ നമ്മളൊരു കർഷകനെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന വാഴവിത്താണ്. അത് ഇപ്പോൾ 1 വർഷമായി വെച്ചിട്ട് മൊത്തം 50 എണ്ണം വെച്ചതാണ്. ഇപ്പോൾ ഉള്ള 40 എണ്ണത്തോളം ഉണ്ട്. ബാക്കിയൊക്കെ കേടുവന്ന് പോയി. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെയും കൃഷികളുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് ആയി വരുന്നു. ചേർത്തലയിൽ നടത്തിയിരുന്ന തട്ടുകട നടത്തിപ്പിന് പ്രതിസന്ധി വന്നതോടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബിജു. ഭാര്യ ഷീബയും വിദ്യാർത്ഥികളായ മക്കൾ ഗൗരി നന്ദന, ഗൗതം കൃഷ്ണ, സഹോദരൻ ശരത് എന്നിവരും കാർഷിക മേഖലയിൽ ബിജുവിന് സഹായത്തിനുണ്ട്. കരപ്പുറത്തെ കദളിവാഴ കൃഷി കാഴ്ചക്കാർക്കും കൗതുകമാണ്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മയിൽ വീട്ടുടമയുടെ അനുവാദമില്ലാതെ KSEB ലൈൻ വലിക്കാൻ ശ്രമം. വീട്ടുടമയായ മുഹമ്മദ് കായ്പുറം തോട്ടുങ്കൽ വീട്ടിൽ TG വിലാസൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. പാലിയേറ്റീവ് കെയർ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കുള്ള വീട്ടിൽ KSEB ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി ലൈൻ വലിക്കാനെത്തിയതായി പരാതി. ജില്ലാ കളക്ടറുടെയും RDOയുടെയും ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് പോലീസുമായി ഉദ്യോഗസ്ഥരെത്തിയത്. ഉത്തരവുകൾ കാണിക്കാൻ പറഞ്ഞെങ്കിലും മറ്റു പേപ്പറുകളാണ് ഉദ്യോഗസ്ഥർ കാണിച്ചതെന്ന് സ്ഥലമുടമയായ മുഹമ്മദ് കായ്പുറം തോട്ടുങ്കൽ വീട്ടിൽ TG വിലാസൻ പറയുന്നു. വൈദ്യുതി ലൈൻ വലിക്കാൻ താൻ അനുവാദം കൊടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ച് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകി. സമ്മതപത്രം കാണിക്കാൻ പറഞ്ഞപ്പോൾ തട്ടാമുട്ടി മറുപടിയാണ് പറഞ്ഞതെന്നും വിലാസൻ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ മുഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും പരാതിയിൽ പറയുന്നു. എൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇത്. ഇതിലൂടെ ലൈൻ വലിക്കാൻ ഞങ്ങൾ ആർക്കും കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും പാലിയേറ്റീവ് കെയർ ചികിത്സയിലുള്ള ആൾക്കാരാണ്. ഞങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന രീതിയിലാണ് പോലീസുകാരും KSEBക്കാരും ഇവിടെ കയറി ഇറങ്ങുന്നത്. അവരുടെ പണത്തിൻ്റെ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും കൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. ഇന്ന് കൂടുതൽ പോലീസുകാരും KSEBക്കാരും വന്ന് ഞങ്ങളെ ശാരീരികമായും മാനസികമായും വളരെ തളർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവരിവിടെ ഇന്ന് ചെയ്തത്. ഇതിന് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾ മുഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അത് ഞങ്ങളുടെ പരാതി സ്വീകരിക്കില്ല എന്നാണ് CI പറഞ്ഞത്. ടൈം ന്യൂസ്, ചേർത്തല. സംസ്കാര സാഹിതി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മെമ്പർഷിപ്പ് വിതരണവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് സമ്മേളനം നടന്നത്. UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. KPCC സംസ്കാര സാഹിതി ചേർത്തല നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ കലാകാരന്മാരുടെ സംഘടനയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട്. പണ്ട് തന്നെ ആളുകൾ പറയുക ആട്ടക്കാരനെയും പാട്ടുകാരനെയാണ് ആളുകൾ സ്നേഹിക്കുന്നത്. രാഷ്ട്രീയക്കാരെയൊന്നും വലിയ സ്നേഹമൊന്നുമില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ് സ്നേഹമുണ്ടെന്നൊക്കെ. അതൊക്കെ പുറമേ ഉള്ളൊരു സ്നേഹം മാത്രമാണ്. അവരുടെ ഹൃദയത്തെ തട്ടിയുള്ള സ്നേഹം എന്ന് പറയുന്നത് സാംസ്കാരിക ആളുകളാണ്. നമുക്ക് കേരളത്തിൽ ഈ സാംസ്കാരിക നായകന്മാരുടെ സാംസ്കാരിക ചുതി വന്നെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏത് പ്രശ്നവും തൂലികയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത്. മാറ്റങ്ങൾ ഉൾക്കൊണ്ടതെല്ലാം തൂലിക ചലിപ്പിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഈ തൂലിക ചലിപ്പിക്കുന്നവർ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറിയിരിക്കുന്നത്. സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തൂലിക ചലിപ്പിക്കാൻ തുടങ്ങി. എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നത് ആർക്കോ വേണ്ടി എഴുതുന്ന പോലെയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ തലവിശേഷനൊന്നും വെളിവർത്തി കാണിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഉറങ്ങുകയാണെന്നാണ് എനിക്ക് സംശയം. നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ നാട്ടിൽ. ഏറ്റവും അവസാനം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ 110-15 ദിവസമായി ഇപ്പോഴും സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഈ സാംസ്കാരിക നായകന്മാർക്ക് ഒരു വാക്കെഴുതാൻ അല്ലെങ്കിൽ പത്രത്തിലൂടെ അവരുടെ തൂലിക ചലിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളവർ വളരെ വളരെ എണ്ണുന്നവരാണ്. അവരാരും രംഗത്ത് വന്നില്ല. അവർ ഭയപ്പെടുന്നു. ആരെയോ ഭയപ്പെടുന്നു. എന്തിനു ഭയപ്പെടുന്നത്? ജില്ലാ ചെയർമാൻ A കബീർ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ PV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആലപ്പി ഋഷികേശ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി R ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ ജില്ലാ സംസ്കാര സാഹിതി വൈസ് ചെയർപേഴ്സൺ CA ജയശ്രീ സ്വാഗതം പറഞ്ഞു. റോക്കി M തോട്ടുങ്കൽ, ജില്ലാ സെക്രട്ടറി ശൈലകുമാരി, MD വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. റോക്കി M തോട്ടുങ്കലിനെ ചേർത്തല നിയോജക മണ്ഡലം ചെയർമാനായി തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല.
ചേർത്തലയ്ക്കടുത്ത ചക്കരക്കുളത്ത് വഴിവിളക്ക് തെളിഞ്ഞിട്ട് മാസങ്ങളായെന്ന് പരാതി. അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ. ചേർത്തല ചക്കരക്കുളം സ്കൂളിന് സമീപത്തുള്ള പ്രദേശത്ത് വഴിവിളക്ക് കണ്ണടച്ചിട്ട് മാസങ്ങളായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. വെളിച്ചമില്ലാത്തതിനാൽ പ്രദേശവാസികൾ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ബന്ധപ്പെട്ടവരോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചക്കരക്കുളത്ത് ഓട്ടോ സ്റ്റാൻഡ് വടക്ക് വശത്തുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞിട്ട് മാസങ്ങളോളമായി. കൗൺസിലോട് പരാതി പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞു, ഇതായിട്ട് ശരിയായിട്ടില്ല. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്ത് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം ചൊവ്വാഴ്ച പത്തനംതിട്ടയിലെ വീട്ടിൽ എത്തിച്ചേക്കും. സഹോദരന് പുറമെ അമ്മയുടെ DNA സാമ്പിളും പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനാകില്ലെന്ന് വെള്ളാപ്പള്ളി. നിലമ്പൂർ പരമ്പരാഗതമായി UDF മണ്ഡലമാണ്. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും വെള്ളാപ്പള്ളി നടയച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം. നിലമ്പൂരിലെ വിജയം കേരള ജനത ആഗ്രഹിച്ചതാണെന്ന് ജെബി മേത്തർ. കായംകുളം രാമപുരത്ത് പാഴ്സൽ ലോറിയിൽ കൊണ്ടുപോയ 3 കോടിയിലേറെ രൂപ കൊള്ളയടിച്ച കേസിൽ പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ്, തിരുകുമാർ എന്നിവരാണ് റിമാൻഡിലായത്. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിലായി. കോടന്തുരുത്ത് പഞ്ചായത്ത് നിവാസികളായ 3 പേർ ചേർന്ന് 1 ലക്ഷം രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികളാണ് മോഷ്ടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.